കൊത്തമരയ്ക്ക എന്താണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക അല്ലേ സുവിനെ? നമ്മുടെ നാട്ടിൽ കൊത്തമരയ്ക്ക പറയും. എനിക്കും അനിയനും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ അത്. കൊത്തമരയ്ക്ക ഉപ്പേരി. നമ്മളെ ചേമ്പ്, കുമ്പളങ്ങ, ചക്കക്കുരു ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മുളകുശ്യം വെക്കുന്ന പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. മുരിങ്ങക്കായ ഉണ്ട് 2 ഇരിക്കുന്നു. സാമ്പാർ വെക്കുന്ന പോലെ ഇല്ല കേട്ടോ. എപ്പോഴും മല്ലി അരച്ചിട്ട് കൂട്ടാൻ വയ്ക്കുമ്പോഴേ മടുപ്പാവുക. അപ്പോൾ ഇന്ന് മല്ലി അരയ്ക്കാണ്ട് നമുക്ക് കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പിട്ടിട്ടില്ല കേട്ടോ. ചേമ്പുള്ളതും കൊണ്ട് പരിപ്പിട്ടില്ല. ഇന്ന് കുറച്ച് കൂട്ടാനേ വെക്കുള്ളൂ. കാരണം എന്താണെന്നറിയോ? കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും വേണ്ട. അപ്പോൾ എല്ലാവരും കഞ്ഞിയാണ് കുടിക്കുന്നത്. ഏട്ടനും അനിയനും മാത്രമേ ചോറിനുള്ളൂ. അപ്പോൾ നമ്മളിനി തോന വെച്ചിട്ട് എന്താ കാര്യം? ഇനി ഇതിലേക്ക് നമ്മളില്ലേ തേങ്ങയും നല്ല ചുവപ്പ് പച്ചമുളക് കേട്ടോ. നല്ല പഴുത്തതാണ്. കുറച്ച് വിത്തിനെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഉപ്പേരി സുഗന്യൊന്നും തൊട്ട് നോക്കില്ല കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തൊട്ടെങ്കിലും നോക്കില്ല. അവൾ തൊട്ട് നോക്കില്ല. ഉപ്പേരി അവൾക്ക് കൊത്തമരയ്ക്ക ഇഷ്ടമല്ല, കയ്പ്പയ്ക്ക ഇഷ്ടമല്ല, പയറൊക്കെ ഇഷ്ടമാണ്. എന്നാലും നമ്മൾ പയറും കായ വെച്ചത്. ഈ കുറച്ച് ഓയിലെടുത്ത് കേട്ടോ. കുറച്ച് തുള്ളി ഞാൻ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്. നല്ലൊരു മണം ഉണ്ടാവും. തെക്കപ്പാടെ കൂട്ടി ഇളക്കും. സുകന്യ രാവിലെ തന്നെ തേങ്ങയൊക്കെ ചെറുവി തന്നിട്ടോ. നേരത്തെ ഞാൻ തേങ്ങ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ തേങ്ങ അരവി തന്നു. ഇനി നമുക്കില്ലേ ഇത് അടച്ച് വെച്ചിട്ട് കൂട്ടാനിക്കോ. 10:30-11 മണിയാകുമ്പോഴേക്കും അടുക്കളയിലത്തെ പണികൾ ഫുള്ളും തീർക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ. അയ്യോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ചൂട്. കുറേ പേര് ഇന്നലെ നമ്മൾ ലൈവ് വന്നപ്പോൾ പറഞ്ഞിരുന്നു, ചേച്ചി ഞങ്ങളുടെ നാട്ടിൽ നല്ല ചൂടാണ് എന്നുള്ളത്. എല്ലാവിടെയും ചൂടുണ്ട് അല്ലേ? നല്ല നമുക്കില്ലേ കുളിറൂമിലൊക്കെ കയറാനേ ഒരു ഉച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തൊക്കെ കുളിറൂമിൽ കയറാൻ ഭയങ്കര ഇതാട്ടോ. കുളിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വിയർത്തൊലിച്ചിട്ടുണ്ടാവും. അപ്പോൾ വിചാരിക്കും എന്തിനാ നമ്മൾ ഇത്ര നേരത്തെ കുളിച്ച് എന്നുള്ളത്. അതാ വലിഞ്ഞു വന്നു. കണ്ട കുമ്പളങ്ങയും ചേമ്പുട്ടോ ചക്കക്കുരു ഉണ്ട്. ഇത് ഉടഞ്ഞിരിക്കണോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ ഈ വാടി പോവുള്ളൂ കേട്ടോ മുരിങ്ങക്കായ. അപ്പം എല്ലാവിടെയും മുരിങ്ങക്കായ ഇഷ്ടംപോലെ ഇതുകൊണ്ട് ആർക്കും വേണ്ട. മുരിങ്ങക്കായ ഇട്ട് കൊടുത്തേ. എന്താണ് ചേ? മുളക് പൊടി. ഇന്നെന്താ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട്? മല്ലിപ്പൊടി. അല്ല, ചിലവർക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ടാവും. ഓരോ കുട്ടികളെ അല്ലെങ്കിൽ ഓരോരുത്തരെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്തോ ഒരു ഭംഗിയാണ് വെച്ചിട്ടാ. നിറത്തിലാണ് പറഞ്ഞാൽ ചില കുട്ടികളെ കണ്ട ദൈവമേ സത്യം പറയാ വെച്ചാൽ എനിക്ക് വെളുപ്പുള്ളവരെക്കാട്ടിലും ഇഷ്ടം നിറത്തിലുള്ളവരെ കേട്ടോ. നല്ല മുഖലക്ഷണം ഉണ്ടാവില്ലേ? ഇപ്രാവശ്യം കണ്ടില്ലേ കൊടുങ്ങല്ലൂരിൽ ഒരു വൈറലല്ലേ ആണോ? അതല്ലേ ഒരു പെൺകുട്ടി തുള്ളണത് സതിയേട്ടനൊക്കെ സ്റ്റാറ്റസ് ഇട്ടിരുന്ന് കണ്ടില്ലേ? നല്ല ഭംഗിയില്ല അതിന് കാണാൻ. ഒരു മേക്കപ്പും ഇല്ല. ഇത് തക്കാളി ഇട്ടു കേട്ടോ. പറയുന്നതിൻ്റെ എന്തെങ്കിലും അത് പോയി. തക്കാളി അപ്പോൾ നമ്മൾ തേങ്ങയും ഉള്ളിയും പാടെ കൂട്ടിയിട്ട് അത് അരച്ചെടുക്കട്ടെ കേട്ടോ. ചെറിയ ഉള്ളിയും തേങ്ങയും പാടെ കൂട്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ഇതിനില്ലേ നമുക്ക് ചക്കക്കുരും കുമ്പളങ്ങ മാത്രമല്ല ചക്കക്കുരും വെറുതെ നമുക്ക് വെക്കില്ലേ. ചക്കക്കുരു മാത്രമായിട്ട് പുളി വെക്കില്ലേ? നിങ്ങളങ്ങനെ വെക്കാറുണ്ടോ ആരെങ്കിലും? ഇവിടെ ചേമ്പ് മാത്രമായിട്ട് ഉണക്കമീനും ചേമ്പും കറി വെക്കാറുണ്ട് കേട്ടോ. ആരൊക്കെ വെക്കാറുണ്ട് അത്? അങ്ങനെ വെക്കാറുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ അമ്മയൊക്കെ അങ്ങനത്തെ കറികളൊക്കെ വെച്ചിരുന്നു കേട്ടോ. ഇവിടുത്തെ അമ്മയും ഏട്ടൻ്റെ അമ്മയും വെച്ചിരുന്നു. പക്ഷേ ഇവിടെ അധികം മീനായിരുന്നു അല്ലേ ഏട്ടാ? ഇവിടെ ഒട്ടുമിക്ക ദിവസങ്ങളിലും മീനായിരിക്കും. മീനില്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആഴ്ചയിൽ 5 ദിവസം മീനുണ്ടാവും, ഒരു ദിവസം ഇറച്ചി ഉണ്ടാവും. പച്ചക്കറി എന്തെങ്കിലും വെക്കുള്ളൂ. എന്താ പറഞ്ഞു?
സുകന്യയുടെ കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ ഇതിലടി കുട്ടിയാണ് അച്ചച്ച കുട്ടി കണ്ടിട്ടുണ്ട് അച്ചച്ചേ അച്ചു ചേച്ചിയാ ആ കുട്ടിയുടെ അച്ചു ചേച്ചിയോ അച്ചു ചേച്ചി സുകന്യയുടെ കല്യാണം കഴിഞ്ഞ് ഉണ്ടായിരുന്നില്ലേ ഇവിടെ എപ്പോഴും മീനായിരുന്നില്ലേ മീനില്ല എൻ്റെ അമ്മൂനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ വന്ന സമയത്ത് നമ്മുടെ ഈ അടുപ്പ് കിണറില്ലേ കിണറിൻ്റെ അവിടെ ഒരു കല്ലിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു കല്ലായിരുന്നു ആ കല്ലിൻ്റെ അവിടെ മീനിൻ്റെ ചെളുക്ക് കണ്ടിട്ടേ അന്നൊക്കെ ഈ പാടത്തെ മീനും പുഴമീനും കൊണ്ടുവരില്ലേ അപ്പോൾ ഇങ്ങനെ ചെളുക്ക അടിച്ചു കൂട്ടാനുള്ള ചെളുക്ക ഉണ്ടാവും അവിടെ ചെളുക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുക ചെതമ്പൽ അല്ലേ അതുണ്ടാവും എന്നിട്ട് അവിടെ ഉള്ള ഒരേട്ടൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു പ്രസിയേ ഇവിടെ മീനെ തിന്നോളൂ തോന്നുന്നു പക്ഷെ അതൊക്കെ മാറ്റം വന്നു ഇപ്പോൾ എന്താച്ചാ ഇന്നലെ ഏട്ടല്ലടി റൂമിൻ്റെ ഉള്ളിൽ മുല്ലപ്പൂ കൊണ്ട് വെച്ചിട്ട് അറിയണേ മുല്ലപ്പൂവിന് വാസനയേ ഇല്ല എന്താ അത് ഒരു മണവും ഇല്ലാത്തതെന്ന് എന്നിട്ട് പറയണ ആദ്യം മുല്ലപ്പൂവിന് എന്തോ ഒരു മണമായിരുന്നു ഇപ്പൊ ഒരു മണം തോന്നില്ല അത്ര നമ്മുടെ പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണേ മല്ലിപ്പൂ അത് മുല്ലപ്പൂവിന് മല്ലിപ്പൂ എന്ന് പറയുണ്ടല്ലേ മല്ലിപ്പൂ ചെറിയ ഇതാണ് പിച്ചിപ്പൂ പോലെ കുഞ്ഞേത് നമ്മള് തിരുവില്ലാമല പോയില്ലേ തിരുവില്ലാമല പോയപ്പോ മുല്ലപ്പൂവിന്റെ കൂടെ തന്നെ വേറൊന്നുണ്ടായിരുന്നില്ലേ തിരുവില്ലാമല പോയപ്പോഴേ എനിക്ക് അവൾക്കും പൂ വാങ്ങി തന്ന ഓർമ്മ ഉണ്ടായിട്ടനെ മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഉണ്ടായിരുന്നടി ഏട്ടാ കുഞ്ഞു പൂ തുള്ളി തുള്ളി പക്ഷെ അതിന്റെ വാസന നല്ല വാസനയാ മുല്ലപ്പൂവിന്റെ വാസന അതിനേക്കാളും വേറൊരു ഇത് പക്ഷെ നല്ല ഇതാ കേട്ടോ തക്കാളി പിഴിഞ്ഞ് വെച്ച് ഈ തമിഴ്നാട്ടിലൊക്കെ അധികം അല്ലേ തമിഴ്നാട്ടിലൊക്കെ അധികം അങ്ങനെ തന്നെ നമുക്ക് പൂ വാങ്ങി തരണം കേട്ടോ വിഷുവിന് നിങ്ങൾക്ക് വാങ്ങിത്തരാം കൊന്നപ്പൂ വാങ്ങിത്തരാം കൊന്നപ്പൂവല്ല വേണ്ട വിഷുവിന് കൊന്നപ്പൂ വേണ്ട പിന്നെ എന്താ പൂവാ കണി വെക്കുന്നത് കൊന്നപ്പൂവല്ലേ കണി വെക്കാൻ കൊന്നപ്പൂവല്ലേ വേണ്ട ഇതാ പൊന്നൂന് വേണ്ട മുന്തിരി ഇന്ന തിന്ന് എടുത്ത് കഴിച്ചോ സുഖിനി അവിടെ ഉണ്ടേ ഉപ്പ് എന്നിട്ട് വേഗം നോക്ക് അംഗനവാടി പോണം അങ്ങനെ വായിലിടല്ലേ ഓരോന്നോരോ തിന്ന് ഈ ടോപ്പില്ലേ ഈ ടോപ്പ് എടുത്തിട്ട് 2-3 വർഷമായില്ലേ ഇത് മീശോന്ന് എടുത്തതാ 200 രൂപയുടെ ഉള്ളിലുള്ളത് പക്ഷെ ഇതിന്റെ കളറില്ലേ പോളിസ്റ്റർ ആണേ പക്ഷെ കളറ് പോലില്ലല്ലോ പോളിസ്റ്റർ എപ്പോഴും ഒരു പുതുമ പോലെ നിൽക്കുന്നുണ്ട് അല്ലേ നമ്മുടെ വിഷു ആവാറായില്ലേ എത്ര ദിവസമേ ഉള്ളൂ ഇനി വിഷുവിന് അയ്യോ വിഷുവിന് സുകന്യ ഇവിടേക്കൊക്കെ പോണ്ടിത്രേട്ടാ ബാംഗ്ലൂർ പോണ്ടിത്രേ ഇല്ലേ പറഞ്ഞ ബാംഗ്ലൂർ പോണെന്ന് വിഷു ബാംഗ്ലൂര് അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു എങ്ങനെ പറയുക അടിപൊളി കൂട്ടാനാണ് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് ഇവിടെ നമുക്ക് എന്താണുള്ളത് അതുകൊണ്ടൊക്കെ വയ്ക്കും കേട്ടോ ചിലപ്പോൾ ഇത് വെക്കുമ്പോൾ ഇത് എന്താണ് എന്ന് വിചാരിക്കും പക്ഷെ നിങ്ങളൊന്ന് വെച്ച് നോക്കി നോക്കൂ ഇനി പാത്രം കഴുകാണ്ട് വെയിൽ വരുമ്പോൾ വേഗം പണിയൊരുക്ക് മര്യാദക്ക് എൻ്റെ കൂടെ വന്നോ എൻ്റെ സ്വഭാവം നീ മാറ്റണ്ട ഞാൻ എന്താണ് 120 രൂപയെ മറ്റാണല്ലേ ഏട്ടാ ഇതിന് എന്തിന് മുന്തിരിക്ക് ഞങ്ങൾ ഇന്നലെ ഇതാണ്ടോ ഈ മിക്സിയിൽ അരയണയില്ല പുതിയ മിക്സിയിൽ തന്നെ കൊണ്ടുപോയി അരയ്ക്കണം എന്താ കറിവേപ്പില ഇവിടേക്ക് ഒന്ന് വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ ഇവിടത്തേക്ക് ഇതൊക്കെ കൊണ്ടുപോയി ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കൊക്കെ നമുക്ക് വയ്യാതെ ഓരോരുത്തർ ഇരുന്നാലും കടന്നാലും മതിയെന്നായിട്ടോ ഒരു പൂതി ഉണ്ടായിരുന്നില്ല വിറകുണ്ടാക്കേണ്ട പൂതിയില്ല ചൂട് കാരണേ ഒന്നും തോന്നണ്ടേ പിന്നെ ഗ്യാസാണെന്ന് വെച്ചാൽ കിട്ടാതെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിക്കില്ലേ കടുകും കറിവേപ്പിൻ്റെ കടുക് താളിച്ചിട്ടാൽ മതി കേട്ടോ ആണ്ടോ കറി കാണുമ്പോൾ കണ്ടില്ലേ ഇതിൽ വേണമെങ്കിലേ നമുക്ക് പുളിയുടെ പകരം മാങ്ങ ഇടാം കേട്ടോ അപ്പോൾ മാങ്ങയുടെ സീസണല്ലേ മാമ സീസണല്ലേ മാമ ഇട്ട് കഴിഞ്ഞാൽ പുളിപ്പുണ്ടാവും
നല്ല പുളിയിലെ മാമേനെ വരും അപ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങട്ട ഒരു പുളിപ്പായിട്ട് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ തിളച്ചു, ഞാൻ അത് വാങ്ങട്ടെ. അപ്പോൾ അതാ കൂട്ടാനായി, അത് വാങ്ങട്ടെ. ഇങ്ങനെയൊക്കെ കൂട്ടാൻ വയ്ക്കുമ്പോഴല്ലേ നമ്മൾ ഓയിലിൽ വറുത്തിടരുത് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണേ, എന്നാലാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചേമ്പില്ലേ, ചേമ്പും കുമ്പളങ്ങയും മാങ്ങ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മോരിക്കൂട്ടാൻ വെക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്താ ഇപ്പം ഇന്നലെയല്ല മിഞ്ഞാന്ന് നമ്മൾ മാങ്ങയും ചക്കക്കുരും ചെമ്മീനും പാടെ വെച്ച് എന്നും അതുപോലെ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ മടുപ്പാവില്ലേ അല്ലേ? അപ്പം അത് വിചാരിച്ച് ഇനി വെള്ളമാണോ വെച്ചാൽ നമുക്ക് അപ്പുറത്തുനിന്ന് പോയി പിടിച്ചിട്ട് വന്നിട്ട് വേണം ചുക്ക് വെള്ളത്തിന് വെക്കാൻ. ഞാൻ രാവിലെ തന്നെ നോർത്തപ്പോൾ ഒരു 10:15 ആയിട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറായി, കൂട്ടാനായി, ഉപ്പേരിയായി. ഇനിയാണ് ബാക്കിയുള്ള പണികൾ നമ്മൾ തുടങ്ങുള്ളൂ, ഓരോന്ന്. അല്ലെങ്കിൽ നമുക്ക് എന്താ പുറത്തു കൂടെ ഇതപ്പം തന്നെ കണ്ടോ വിയർത്ത് കുളിച്ച് ഇതായി പോണത്. അപ്പോഴേ ഇന്നലെ നമ്മൾ വീഡിയോയിൽ ഒരു ഇത് പറഞ്ഞിരുന്നു, ഞാൻ നെഗറ്റീവായിട്ട് പറയില്ല, പറഞ്ഞിരുന്നു എന്താ വീട്ടിലത്തെ അമ്മ അതുണ്ടാക്കിയിരുന്നു, വീട്ടിലത്തെ അമ്മ അതുണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ അനിയേട്ടൻ പ്രസിയുടെ അമ്മയ്ക്ക് മാത്രമാണോ എല്ലാം അറിയുള്ളൂ, അനിയുടെ അമ്മയ്ക്ക് അറിയില്ലേന്ന്. അപ്പം എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയായിരിക്കും. ഞാൻ എത്രയും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് എൻ്റെ അമ്മുക്കുട്ടി ഒന്ന് കുറച്ചാവണ വരെ ഈ വീട്ടിലുള്ള എല്ലാ കാര്യം അടിക്കുക, തുടയ്ക്കുക, പാത്രം കഴുകുക, ഇതൊക്കെയായിരുന്നു എൻ്റെ പണി. അടുക്കളയിൽ ചോറും കറിയൊക്കെ വെക്കുന്നത് അമ്മയാണ്. ആ സമയത്ത് നമ്മളിവിടെ നിന്ന് കുട്ടിക്കളി മാറാണ്ട് കളിച്ചിരുന്നു എന്ന് എത്രയും പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു കുട്ടിക്കളി മാറാണ്ട് കളിച്ചിരുന്നു, അമ്മയാണ് ചെയ്തിരുന്നു, ഒരു ദേഷ്യവും കാണിക്കാണ്ടെന്ന്. അമ്മയ്ക്ക് അറിയുന്ന കറികളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ 2 അമ്മമാർ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണതാണ് എൻ്റെ അമ്മ. അപ്പോൾ ഒരു വീട്ടിലല്ല, ഹോട്ടൽ പണി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ അവിടെ, അല്ലാതെ കുറേ ആൾക്കാരുടെ വീട്ടിൽ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ അവിടെ പോയി കഴിഞ്ഞു വെച്ചാൽ അവർ എറണാകുളം സ്റ്റൈല് അല്ലെങ്കിൽ വേറെയുള്ള ഭാഗത്തുകൂടെ നമ്മൾ കാണാത്ത ഭക്ഷണങ്ങളും കൂടി, ഞാൻ കഴിക്കാത്ത ഭക്ഷണം കൂടി അവിടെ പണിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടാ. പച്ചമാങ്ങയും കൊണ്ടൊക്കെ അങ്കമാലി മീൻകറി, അതേപോലെ മാങ്ങാക്കറി, ഇതൊക്കെ നമ്മുടെ ഈ നാട്ടിലില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഉണ്ട്, ഞങ്ങളത് ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് തെറ്റല്ലേ? അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയും. അതല്ലാതെ ഒരമ്മ അത് ചെയ്യില്ല, ഒരമ്മ അത് ചെയ്യും അങ്ങനെ വെച്ചിട്ടല്ല. ഒരു വീട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ നമ്മൾ വെക്കുന്ന ഒരു രീതിയിലായിരിക്കുമോ നിങ്ങൾ വെക്കുന്നുണ്ടാവുക, ഞാൻ വെക്കുന്ന രീതിയിലായിരിക്കുമോ അപ്പുറത്തെ വീട്ടുകാർ വെക്കുക? അല്ലല്ലോ. അപ്പം അത് കാരണം ഇവിടെ അമ്മ പറഞ്ഞു വെച്ചാൽ ഈ വീട്ടിലത്തെ മാത്രം കാര്യങ്ങൾ നോക്കി ഒതുങ്ങി നിന്നിരുന്നതാണ്. അപ്പം അമ്മയ്ക്ക് പല കാര്യങ്ങളും പല കറികളും അമ്മയ്ക്ക് അറിയില്ല. ഇപ്പോൾ ഇവിടെ കുടംപുളി ഇട്ടിട്ട് മീൻകറി വെക്കാൻ തുടങ്ങിയത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ മാറ്റങ്ങളില്ലേ, അതൊക്കെ ഓരോ വീടുകളും ഓരോ പണിക്ക് പോകുമ്പോഴും ഓരോ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ അമ്മ വെച്ചുകൊണ്ടിരുന്ന കറികളൊക്കെ അതെന്നും തിരിച്ചും മറിച്ചും വെക്കുകയല്ല. അമ്മയ്ക്ക് അതിന് അപ്പുറത്തേക്ക് അറിയില്ല. ആരോടും പോട്ടൊന്നുമില്ല. വീട്ടിലത്തെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളിനെ. എൻ്റെ അമ്മ എന്ന് കാഞ്ഞിരത്തെന്ന് പറഞ്ഞപ്പോൾ അവര് കുറേ പണിസ്ഥലങ്ങളും കുറേ ആളുകളും കുറേ ഹോട്ടലുകളും അങ്ങനെ പല അനുഭവങ്ങളും അവർക്കുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്താ ഹോട്ടലിലത്തെ കാര്യം പറയുമ്പോൾ അത് ഓരോ അനുഭവങ്ങളായിരിക്കില്ലേ. വീട്ടിൽ നിന്ന് എപ്പോഴും എന്നെ ചീത്ത പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഹോട്ടൽ ഫുഡ് കുട്ടികൾക്ക് വാങ്ങി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ എന്ന് ചീത്ത അറിയും. ഇവിടെ കുഴിമന്തി വാങ്ങിയ ദിവസം അന്ന് അവിടെ എന്നെ ഫോൺ വിളിച്ച് കഴിഞ്ഞ് വെച്ചാൽ ഇന്ന് എന്തായിരുന്നു മന്തി വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചീത്ത അറിയും. കാരണം അമ്മയ്ക്ക് അത് അറിയാം, അത് കഴിക്കാൻ പാടില്ല, അത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരിക്കലും ഒരു അമ്മമാരും നമ്മൾ താരതമ്യപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. 2 അമ്മമാർ, അപ്പം നമ്മുടെ 2 കണ്ണെങ്ങനെ, ഈ 2 കണ്ണ് പോലെയാണ് എനിക്ക് എൻ്റെ 2 അമ്മമാരും. കാരണം എന്താ വെച്ചാൽ ഒന്ന് പെറ്റമ്മയാണ്, ഒന്ന് പോറ്റമ്മയാണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. കാരണം അല്ല ഞാൻ പറയാ, ഒന്ന് പെറ്റമ്മയാണ്, ഒന്ന് പോറ്റമ്മയാണ്. അവർക്ക് അറിവുണ്ടാവുകൊണ്ട് അവർ പറഞ്ഞു. അറിവ് ഇതിപ്പോൾ അമ്മയ്ക്ക് അനുഭവങ്ങൾ അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയേണ്ട അവസരങ്ങൾ അതല്ലല്ലോ. കുറിച്ച് വരുമ്പോൾ അതിനെക്കുറിച്ചല്ലേ പറയേണ്ടത്. ഇപ്പോൾ ചിക്കൻ കുറുമ, ബീഫ് കുറുമ, ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെയാണ് അത് വെക്കുക, ഇന്ന പോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുക. തേങ്ങാച്ചോറ് വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ തേങ്ങാച്ചോറ് വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഇതുണ്ട് പറഞ്ഞ വീഡിയോ ഉണ്ട്, അങ്ങനെയല്ല വെക്കുക എന്ന് പറയും. ബിരിയാണി ആണോ എന്ന് വെച്ചാൽ അത് അവർക്കറിയാം. പത്തിരിയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഞാനും പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര മടിച്ചു കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് അതൊക്കെ ഒരു ചെയ്ത് ശീലമാണ്. അപ്പോൾ ഇത് ആരും താഴ്ത്തിക്കെട്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കല്യാണം കഴിഞ്ഞ് വരുന്നവരെ നമ്മുടെ വീട്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇത് നമ്മുടെ വീട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ നമ്മൾ താരതമ്യപ്പെടുത്തി ഒരാളെ താഴ്ത്തി പറയുമോ? പറയാൻ പാടുമോ? ഒരിക്കലും പാടില്ല. അത് എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. എന്താ അങ്ങനെ പറഞ്ഞ് ഇതാവണതല്ല കേട്ടോ. എനിക്കങ്ങനെ കേട്ടപ്പോൾ കമൻറ്റിൽ കുട്ടികൾ വന്ന് പറയും അമ്മ ഇങ്ങനെ പറഞ്ഞേക്കണോ അത് എന്നുള്ളത്. അപ്പം ഞാൻ പറയാണ്, ഓരോരുത്തർക്ക് എൻ്റെ പോലെയാണോ സുകന്യ? അല്ലല്ലോ. അപ്പം അതൊക്കെ ഓരോ വ്യത്യാസങ്ങളല്ലേ. വാ വെള്ളം എടുക്കാൻ പോവാ, ഇതിലൊന്നും കാര്യമില്ല. ഓണാക്ക്. ശരി. ഇതിക്ക് നിറയുള്ള വെള്ളം കിട്ടും തോന്നുന്നു അല്ലേ? ഒരു തുള്ളി വെള്ളം കളയാൻ തോന്നുന്നില്ല കേട്ടോ. ഇപ്പം ഈ ടാങ്ക് ഇവിടെ വെച്ചതുകൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്താ ഇവിടെ ഇത്ര അടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ മരങ്ങളുള്ളത് കൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ കുറച്ച് കാറ്റുണ്ട് കേട്ടോ. അതപ്പോൾ കണ്ടോ ഇന്നെന്താ കാറ്റ് വീശുന്നുണ്ട്, വാഴകളൊക്കെ ഇളകണു. ഒരു കാറ്റുണ്ട്, ഒരു കാറ്റ് വീശുന്നുണ്ട്. ഇപ്പോൾ ഒരു കാറ്റ് വീശുന്നുണ്ട്. വെള്ളം ഇങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഇതിലൊക്കെ നിറച്ച് വെച്ചതാണ് വെള്ളം. ഈ മക്കളില്ലേ എന്താ വെള്ളത്തിൽ വെറുതെ കളിക്കുമ്പോൾ നമ്മൾ ചീത്ത പറയുമ്പോഴേ ഇഷ്ടമല്ല ഇന്ന ഇഷ്ടമല്ല ചോദിക്കാൻ പോന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും കേട്ടോ. വെള്ളം ഇല്ലാത്ത കൊണ്ടാണ് പറയുന്നതെന്നുള്ളതല്ല, ഇഷ്ടമല്ല അവനെ ഇഷ്ടമില്ലാണ്ടാണ് ഇത്ര ഏട്ടാ. ഈ വെള്ളം ഇത്തുള്ള വെള്ളമായിരിക്കോ? അത് ഇതിലുള്ള വെള്ളം, ഈ പൈപ്പിലുള്ള വെള്ളം തന്നെയാണ്. അതെ, പൈപ്പിന്റെ ഇവിടെയാണ് കേട്ടോ നമ്മുടെ നല്ല വെള്ളം. സൂന്യേ ഇവിടെ വാ, ഈ ചെമ്പൊന്ന് കൊണ്ടുപോ. അവിടെ നിൽക്കണേ, ഓടി വാ പെണ്ണേ. അവൻ നിന്നൊന്നും പറ്റില്ല, അവന് അനിയേട്ടൻ തന്നെ പറ്റുള്ളൂ. വലിയ ചെമ്പ് എടുക്ക്, വലിയ ചെമ്പ്. ഇല്ലെങ്കിൽ കുട എടുക്ക്, ഞാൻ ചെമ്പ് എടുക്കാം. ഡ്രമ്മ് തലയിലേറ്റിക്കുന്ന അത് പുതിയ വീട്ടില് ഒരു ചെമ്പ് പടയ്ക്കും ഒരു ചെമ്പ് ഉടക്കട്ടാ. അതെന്താണെന്നറിയോ ഇവിടെ വെക്കാൻ പറഞ്ഞത്? പുതിയ വീട് തന്നെ വായിൽ വരുന്നത്. കാരണം വെള്ളം കഴിഞ്ഞ് വെച്ചാൽ കൊണ്ടേ ഒഴിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ പൊന്നൂല്ലേ കൈ കൊണ്ടേ ഇട്ടിട്ടില്ലേ ആ വെള്ളം ഒന്നിനും പറ്റാതേക്കും. നീ 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 മാത്രം. അച്ചു ആ തുണികളൊന്ന് തോരട്ടാ, തിരുമ്പി കഴിഞ്ഞതല്ലേ. നിങ്ങൾ വെറുതെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക. അതങ്ങനെയല്ലേ മക്കള്. ആ ചെമ്പ് കൊണ്ടുവരുമോ? ഞാൻ പോട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യ, രാവിലത്തെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ കഴിക്കിപ്പോ. എന്റെ ചെരുപ്പൂര് ഞാനൊരു ചെരുപ്പ് ഇട്ട അപ്പ അച്ചൂരാ ചെരുപ്പ് വേണം. താ അച്ചുമ്മ, എന്താ അച്ചുമ്മ അത്? അടി വാങ്ങി തരടിയോ? എന്താ അച്ചോ നമ്മള് ഞാൻ ഇത് പിടിക്കണോ? അതിൽ കുറച്ചേ ഉള്ളൂ. അത് ചുക്കുവെള്ളം വെക്കാം. താ അച്ചുമ്മ, എന്താ അച്ചു നിങ്ങളിങ്ങനെ? കാളിയല്ല, തൂളിയാണ്. നമ്മുടെ വറകാലം അങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എൻ്റെ ദൈവമേക്ക് വയ്യ.